ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 9 അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലത്തെ മെയ് 8 കേരള ബോക്സ് ഓഫീസിലെ കളക്ഷനും അതുപോലെ തന്നെ മലയാളം സിനിമകളുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും. അപ്പോൾ ഇന്ന് കുറച്ചധികം സിനിമകൾ നമുക്ക് നോക്കാറുണ്ട്. കാരണം ഇന്നലെ 1-2 പുതിയ മലയാള സിനിമകൾ കേരളത്തിൽ റിലീസ് ചെയ്തായിരുന്നു. പടക്കളം, സർക്കിട്ട് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ ഇന്നൊരു പുതിയ സിനിമ, ദിലീപേട്ടൻ്റെ പുതിയ സിനിമ ഇന്ന് ഇറങ്ങുന്നുണ്ട്, പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ്. അപ്പോൾ ആ സിനിമയുടെ ടോട്ടൽ അഡ്വാൻസ് സെയിൽസ് ഇന്ന് റിലീസിന് മുമ്പുള്ള ടോട്ടൽ പ്രീ സെയിൽസ് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ തുടരും സിനിമയുടെ തമിഴ് വേർഷൻ ഇന്നാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ തമിഴ് വേർഷൻ്റെ ടോട്ടൽ പ്രീ സെയിൽസ് നോക്കണം. പിന്നെ നമ്മുടെ ആലപ്പുഴ ജിംഖാന, അതുപോലെ തന്നെ സൂര്യയുടെ റെട്രോ, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് ചെറിയ രീതിയിൽ ഓടുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ കളക്ഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. ആദ്യം തന്നെ നമുക്ക് ഇന്നലെ ഇറങ്ങിയ പുതിയ സിനിമകളുടെ കളക്ഷൻ നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സുരാജും ഷറഫുദ്ദീനും ഒക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്ന് ഇന്നലെ റിലീസ് ചെയ്ത പടക്കളം എന്ന് പറഞ്ഞ സിനിമ നോക്കാം. പടക്കളത്തിൻ്റെ കേരള ഡേ 1 വന്നിരിക്കുന്നത് 32 ലക്ഷം രൂപയാണ്. അതൊരു അത്യാവശ്യം നല്ലൊരു കളക്ഷൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യയും ഓവർസീസും നമുക്ക് ഡാറ്റാസ് ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ഡാറ്റ ലഭിക്കുന്നതിനനുസരിച്ചിട്ട് നാളെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇപ്പോൾ കേരള കളക്ഷൻ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. പടക്കളത്തിൻ്റെ കേരള ഡേ 1 32 ലക്ഷം രൂപയാണ്. ഇനി അതിനുശേഷം റിലീസ് ചെയ്ത മറ്റൊരു സിനിമ നമ്മുടെ ആസിഫ് അലിയുടെ സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമയും ഓൾമോസ്റ്റ് പടക്കളം പോലെ തന്നെയാണ് കളക്ഷൻ പോയിരിക്കുന്നത്. കേരള ഡേ 1 32 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. ഈ സർക്കിട്ടിനും നമുക്ക് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഓവർസീസിലെയും ഡാറ്റാസൊന്നും ഇതുവരെ അവൈലബിൾ ആയിട്ടില്ല. ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഡാറ്റ കിട്ടുമായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നാളത്തെ വീഡിയോയിൽ നമ്മൾ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പറയുന്നതായിരിക്കും. ഇന്നിപ്പം കേരള കളക്ഷൻ മാത്രമേ ഉള്ളൂ. സർക്കിട്ടിൻ്റെ കേരള ഡേ 1 32 ലക്ഷം. ഇനി അതിനുശേഷം നമ്മുടെ ലാലേട്ടൻ്റെ തുടരും നോക്കുവാണെങ്കിൽ തുടരും ഇപ്പോഴും വലിയൊരു ഹോൾഡിൽ വലിയ കളക്ഷനാണ് ഇപ്പോഴും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തുടരും ഡേ 14 കളക്ഷൻ നമ്മൾ നോക്കുന്നത്. ഡേ 14 തേഴ്സ്ഡേ, അതായത് ഇന്നലത്തെ കേരള ഗ്രോസ് വന്നിരിക്കുന്നത് 3,40 ലക്ഷം രൂപയാണ്. ഒരു വലിയ കളക്ഷനാണ്. ഈ 3 കോടിക്ക് മുകളിലൊക്കെ ഇപ്പോഴും കളക്ട് ചെയ്യുക, ഓൾറെഡി 80 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത സിനിമ ഇപ്പോഴും 3 കോടിയൊക്കെ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്നലത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് 15 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഇപ്പോൾ കളക്ഷൻ കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട്. കാരണം ഓൾമോസ്റ്റ് എല്ലായിടത്തും സ്ക്രീൻസിൻ്റെയും ഷോസിൻ്റെയൊക്കെ എണ്ണം കുറഞ്ഞു. പിന്നെ സെക്കൻഡ് വീക്കിലെ വർക്കിംഗ് ഡേയ്സ് ആണല്ലോ, അതിൻ്റേതായിട്ടുള്ള ഒരു നോർമൽ ഒരു കുറച്ചിൽ മാത്രമാണ് ഇത്. സ്റ്റിൽ 15 ലക്ഷം രൂപ നല്ലൊരു കളക്ഷൻ തന്നെയാണ്. അതിനുശേഷം ഓവർസീസിലെ കറക്റ്റ് ഡാറ്റ നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. ഏകദേശം കിട്ടിയ ഡാറ്റയുടെ ഒരു എസ്റ്റിമേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ $81,000, അതായത് ഏകദേശം ഇന്ത്യൻ മണി 69.5 ലക്ഷം രൂപയാണ് ഇന്നലത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഓവർസീസിൽ നിന്ന്. അങ്ങനെ ഇന്നലത്തെ ടോട്ടൽ വേൾഡ് വൈഡ് ഡേ 14 മാത്രം 4,24 ലക്ഷം രൂപയാണ്. ടോട്ടൽ തുടരത്തിൻ്റെ 14 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുവാണെങ്കിൽ കേരളത്തിൽ നിന്ന് 83,40 ലക്ഷം രൂപ. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ടോട്ടൽ 15,95 ലക്ഷം രൂപ, അതായത് ഓൾമോസ്റ്റ് അറൗണ്ട് 16 കോടി. ഓവർസീസിൽ നിന്ന് 9.71 മില്യൺ, അതായത് ഏകദേശം 82,80 ലക്ഷം രൂപയാണ് ഓവർസീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ വേൾഡ് വൈഡ് 14 ദിവസം കൊണ്ട് 182,14 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 180 കോടി മാർക്കൊക്കെ മറികടന്നിരിക്കുന്നു. 182 കോടി എത്തിയിരിക്കുന്നു. അപ്പം ഈ ഒരു വീക്കെൻഡ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് 200-നടുത്ത് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 200 എന്തായാലും മറികടക്കും. ഈ വീക്കെൻഡിൽ തന്നെ മറികടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഉടനെ തന്നെ. ഇനി നമ്മുടെ തുടരും സിനിമയുടെ തമിഴ് വേർഷൻ ഇന്നാണ് റിലീസ് ചെയ്യുന്നത്, മെയ് 9. അപ്പോൾ തമിഴ് വേർഷൻ വലിയ റിലീസൊന്നുമല്ല, വളരെ ലിമിറ്റഡ് ഷോസ് മാത്രമേ ഉള്ളൂ. ഏകദേശം 80-85 ഷോസാണ് ആകപ്പാടെ ചാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ 85 ഷോസിൽ നിന്ന് തമിഴ് വേർഷൻ്റെ ടോട്ടൽ പ്രീ സെയിൽസ് വന്നിരിക്കുന്നത് 16 ലക്ഷം രൂപയാണ്. ഇനി അതിനുശേഷം നമ്മുടെ നസ്ലിൻ്റെ ആലപ്പുഴ ജിംഖാനയുടെ കളക്ഷൻ നോക്കാം. ഓൾമോസ്റ്റ് ഇതിൻ്റെ ഫൈനൽ കളക്ഷൻ ആയി എന്ന് തന്നെ പറയാം. കാരണം ഷോസൊക്കെ ഒരുപാട് ഇപ്പം തന്നെ കുറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ജിംഖാനയുടെ ഡേ 29 കേരള വന്നിരിക്കുന്നത് 6 ലക്ഷം രൂപയാണ്. ഇതിൻ്റെ തെലുങ്ക് വേർഷൻ നമ്മുടെ ഹൈദരാബാദിലും തെലുങ്കാനയിലും ഒക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശ് തെലുങ്കാനയിലെ ഡേ 29 കളക്ഷൻ 4 ലക്ഷം രൂപയാണ്. ഇനി ടോട്ടൽ വേൾഡ് വൈഡ് ഇന്നലെ മാത്രം ഡേ 29 മാത്രം ആലപ്പുഴ ജിംഖാന 11 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 29 ദിവസം കൊണ്ട് ആലപ്പുഴ ജിംഖാനയുടെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നത് 70,12 ലക്ഷം രൂപയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ബ്ലോക്ക് ബസ്റ്ററാണ്. അപ്പോൾ ഏകദേശം ഫൈനൽ കളക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരു 70.5 കോടി ആ റേഞ്ചിലായിരിക്കും ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നസ്ലിനും മറ്റൊരു സൂപ്പർ ഹിറ്റാണ്. അതിനുശേഷം നമ്മുടെ സൂര്യയുടെ റെട്രോ ഡേ 8 ആണ് ഇപ്പോൾ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഷോസിൻ്റെ എണ്ണം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുതിയ സിനിമകളും വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ കളക്ഷൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കേരള ഡേ 8 വന്നിരിക്കുന്നത് 3.5 ലക്ഷം രൂപയാണ്.
അങ്ങനെ ടോട്ടൽ 8 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് 4,91,00,000 രൂപയാണ് ടോട്ടൽ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ദിലീപേട്ടൻ്റെയും ധ്യാൻ ശ്രീനിവാസൻ്റെയൊക്കെ ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന പുതിയ സിനിമയായിട്ടുള്ള പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ നമുക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രീ സെയിൽസ് നോക്കാം. അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അഡ്വാൻസ് ബുക്കിങ്ങിൽ കൂടെ എത്ര കളക്ഷൻ കിട്ടിയെന്ന്. ഇപ്പോൾ കേരള അഡ്വാൻസ് സെയിൽസ് വന്നിരിക്കുന്നത് 29 ലക്ഷം രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഒരു 3 ലക്ഷം രൂപയും ഓവർസീസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് $11,600, അതായത് ഏകദേശം 10 ലക്ഷം രൂപയാണ് ഓവർസീസിൽ നിന്ന് അഡ്വാൻസ് സെയിൽസ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് റിലീസിന് മുമ്പ് തന്നെ അഡ്വാൻസ് സെയിൽസിലൂടെ 42 ലക്ഷം രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി സിനിമ ഇറങ്ങുമ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ ഉറപ്പായിട്ടും കേരള ഒരു 1.5 കോടി റേഞ്ചും വേൾഡ് വൈഡ് ഒരു 3 കോടി റേഞ്ചും ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ ഇവിടെ കഴിയുവാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സിനിമകളുണ്ട്. അപ്പോൾ നാളെ ഇനി ദിലീപേട്ടൻ്റെ സിനിമയെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ലിസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം.